നമസ്കാരം. അഗോര വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രദീപ് നായർ. ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം സെപ്റ്റംബർ 22 മുതൽ, അതായത് 2025 സെപ്റ്റംബർ 22 തിങ്കളാഴ്ച മുതൽ ജീവിതത്തിൽ ബുദ്ധിമുട്ട് ധാരാളം അനുഭവിച്ചിരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവർക്ക് ഈ 22 ശേഷം വ്യത്യസ്തങ്ങളായ ചില മാറ്റങ്ങൾ, നല്ല ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇത് പറയുമ്പോൾ നമ്മളിൽ പലർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കണമെന്നില്ല, എന്നാൽ മിക്കവാറും ആൾക്കാരിലും ഇത് ഫലത്തിൽ വരും. നമുക്കെല്ലാവർക്കും ഗുണം ലഭിക്കണം തന്നെയാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും. പക്ഷേ നിർഭാഗ്യവശാൽ ചിലർക്ക് ഈ പറയുന്ന ഗുണങ്ങളൊന്നും ലഭിച്ചോളണം എന്ന് നിർബന്ധമില്ല. ചാരവശാലുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. ഈ പറയുന്ന 9 നക്ഷത്രക്കാർ, അവർക്ക് ഈ സെപ്റ്റംബർ 22 മുതൽ വളരെയധികം സുഖജീവിതം നയിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ജീവിതം ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് എത്തും. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് ഉണ്ടായിരുന്ന പലവർക്കും നല്ല മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക എന്നൊരു തർക്കമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല, ഇതിനകത്ത് നവരാത്രി ഏറ്റവും കൂടുതൽ ദേവീ കടാക്ഷമുള്ള ഒരു മാസം കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് നവരാത്രി വരുന്നുണ്ട്. അപ്പൊ നവരാത്രി ദേവീ പൂജയ്ക്ക് ഇത്രയധികം പ്രാധാന്യമുള്ള വേറൊരു സമയമില്ല എന്ന് തന്നെ പറയാം. അപ്പൊ എല്ലാവർക്കും ഒക്കെ ചെയ്യാൻ കഴിയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യുക, നവരാത്രിയോട് ബന്ധപ്പെട്ട്. മാത്രമല്ല, ഈ പരിഹാരങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുമ്പോൾ അത് പൂർണ്ണ ഫലത്തിൽ വരികയും ചെയ്യും. അപ്പൊ ഈ പറയുന്ന നക്ഷത്രക്കാർക്കും അതല്ലാത്തവർക്കും നവരാത്രിക്ക് പരിഹാരങ്ങൾ ചെയ്യാം. അപ്പൊ ഈ പരിഹാരങ്ങളൊക്കെ അല്ലെങ്കിൽ ദേവി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് നമ്മളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഇവർക്ക് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ലഭിക്കും. അപ്പോൾ എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. എല്ലാ മാസവും കറുത്ത വാവ് അഥവാ അമാവാസിക്ക് ശാക്തേയ പൂജയും പുഷ്പാഞ്ജലിയും ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പൊ നമുക്ക് ഈ 9 നക്ഷത്രക്കാര് ആരാണെന്ന് നോക്കാം. എന്തായാലും ഈ 9 നക്ഷത്രക്കാരിൽ കുംഭക്കൂറിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുണ്ട്. ഇവരെ സംബന്ധിച്ച് അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുരിതങ്ങൾ ജീവിതത്തിൽ തുടരെ അനുഭവിച്ചു കൊണ്ടിരുന്നവരായിരിക്കും മിക്കവാറും ആൾക്കാർ ഇതിൽ ദുരിതവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതത്തിൽ മുന്നേറി പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അതിൽ കുറച്ച് ആൾക്കാർക്ക് ജീവിതം വളരെ തരക്കേടില്ലാത്തൊരു ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടാവാം. എന്നാൽ 75% ആൾക്കാരും ഈ പറയുന്ന നക്ഷത്രക്കാര് ദുരിതപൂർണമായ ജീവിതം, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. അവർക്ക് ഈ പറയുന്ന ചില ഗുണങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല ജീവിതത്തിൽ. അപ്പൊ വിധിയെ പഴിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ ഒരു സെപ്റ്റംബർ 22 മുതൽ, കാരണം ചാരവശാലുള്ള മാറ്റങ്ങളാണ്, സെപ്റ്റംബർ 22 മുതൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. കുറെ ഗ്രഹങ്ങളുടെ പകർച്ചകളുണ്ട്. ശുക്രൻ, ബുധൻ, സൂര്യൻ, ഇങ്ങനെ കുറെ ഗ്രഹങ്ങളുടെ പകർച്ചകളിലൂടെ വരുന്നുണ്ട്. രാഹുകേതുക്കൾ സാധാരണഗതിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുംഭത്തിലും ചിങ്ങത്തിലുമായിട്ട്
അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാഴം ഇനി ഒക്ടോബർ 18 കർക്കിടകത്തിലേക്ക് വരാൻ പോവുകയാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ശനി മീനൻ രാശിയിൽ തുടരുന്നു. അപ്പൊ ഇങ്ങനെ പല ഗ്രഹങ്ങളും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ മാറ്റത്തിന്റെ ഫലമായിട്ടാണ് ഈ കുംഭക്കൂറിൽ വരുന്ന ഈ പറയുന്ന അവിട്ടം, ചതയം, പൂരോട്ടാതി നക്ഷത്രക്കാരുടെ ഗുണങ്ങൾ പറയുന്നത്. കാരണം ഏറ്റവും പോസിറ്റീവായ ഗുണങ്ങളാണ് ഈ 9 നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് നിറഞ്ഞതെന്ന് പറഞ്ഞു. ഈ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു പരിധി വരെ, അതായത് 75% വരെ മാറ്റം ഉണ്ടാവും. തീർച്ചയാണ്. നിങ്ങളത് ഒരു ശ്രദ്ധിച്ചു വെച്ചോളൂ വീഡിയോ. കാരണം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സെപ്റ്റംബർ 22 ശേഷം അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിനങ്ങളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതായത് 10 ആളിൽ 7 ആൾക്കും അനുഭവത്തിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറി മറയും. കാരണം ഈ പറയുന്ന 3 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പുരോഗതി, അതായത് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാൻ അവസരം വരും. ഒരുപാട് കാലങ്ങളായിട്ട് ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ ഒരു ജോലിയും ലഭിക്കുന്നില്ല. പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, ഒക്കെ പരാജയപ്പെട്ടു പോരുന്നു, അല്ലെങ്കിൽ വിളിക്കാന്ന് പറയുന്നു, പിന്നെ വിളിക്കുന്നില്ല. അത് പ്രതീക്ഷിച്ച് അവരിങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും. കാരണം ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ വരും, ജോലി ലഭിക്കും. ഇന്റർവ്യൂവിൽ പരാജയപ്പെടില്ല. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ വിജയിക്കും ഇന്റർവ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾ ജോലിയിൽ കയറും ചെയ്യും. നല്ല ശമ്പളത്തോടെയുള്ള അത് ജോലി കിട്ടുകയും ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചും ഉള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ യോഗ്യത എന്താണോ അതിനനുസരിച്ച് ആണല്ലോ ജോലി നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോരോ യോഗ്യതകളായിരിക്കും ഉണ്ടാവുക. അതിനനുസരിച്ച് ജോലിയായിരിക്കും നമുക്ക് ലഭിക്കുക. അത് മാത്രം നമ്മൾ മനസ്സിലാക്കണം. ഒരാള് ഡോക്ടറായി എന്ന് വെച്ച് എല്ലാവർക്കും ഡോക്ടർ ആവാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കഴിവ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ അവരുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് അത് ഡോക്ടറും ഒക്കെ ആയി. പിന്നെ അദ്ദേഹത്തിന്റെ പഠനവും. അതുപോലെ എല്ലാവർക്കും ആവാൻ കഴിയില്ല. നമ്മുടെ യോഗ്യതയ്ക്കും നമ്മുടെ പശ്ചാത്തലത്തിനും അനുസരിച്ച് നമ്മൾ മുന്നേറാൻ കഴിയും. എന്തായാലും തീർച്ചയായിട്ടും ഈ 3 നക്ഷത്രക്കാർക്ക് ജീവിതത്തിലുടനീളം മാറ്റം ഉണ്ടാവും. സാമ്പത്തിക സ്ഥിതിയിൽ തന്നെ മാറ്റം ഉണ്ടാവും. ജോലിയിൽ ഒരു പുരോഗതി ഉണ്ടാവും. വിവാഹം നടക്കാതെ ഇരിക്കുന്നവർക്കൊക്കെ വിവാഹ സാധ്യത വന്നു ചേരും. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ഈ പറയുന്ന 3 നക്ഷത്രക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും ഇവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കണ്ടു തുടങ്ങും. സെപ്റ്റംബർ 22 ശേഷം മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. എന്തായാലും കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രക്കാർ ആരാന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന ഉത്തരത്തിന്റെ 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗം, അതായത് അര. അപ്പൊ ഇവർക്ക് ജീവിതത്തിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നെല്ലാം ഒരു നല്ല വാക്ക് ലഭിക്കാതെ എന്ത് ത്യാഗവും ആർക്കു വേണ്ടി ചെയ്യുന്നവരായിരിക്കും മിക്കവാറും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഇക്കൂട്ടർക്ക് അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ തിരിച്ച് സ്നേഹമോ പരിഗണനയോ ലഭിക്കാറില്ലാത്തവരായിരിക്കും മിക്കവാറും. നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം മിക്കവാറും ആൾക്കാർ ഇവര് പലർക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവാം, പലർക്കും വേണ്ടി പലതും ചെയ്യുന്നുണ്ടാവാം. ആ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു സ്നേഹം കാണും. അത് കഴിഞ്ഞാൽ അതേപടി അവരൊക്കെ മറക്കുന്നവരായിരിക്കും മിക്കവാറും ആൾക്കാർ. അപ്പൊ ഈ കന്നിക്കൂറുകാർ സത്യത്തിൽ ഈ അവസ്ഥ പറയുമ്പോൾ അവർ പാവങ്ങളായി മാറും. പാവങ്ങളാണ് അവര്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ചവരായിരിക്കും മിക്കവാറും ഉണ്ടാവുക. കാരണം എന്ത് ത്യാഗത്തിനും ഇവര് അവിടെ ഇറങ്ങിച്ചെന്ന് ചെയ്യുന്നവരായിരിക്കും മിക്കവാറും കന്നിക്കൂറിൽ ഒരു നക്ഷത്രക്കാര്. ഓടിച്ചെന്ന് എന്ത് കാര്യത്തിനാണോ വിളിക്കാതെ പോലും അങ്ങോട്ട് ചെന്ന് അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരായിരിക്കും. പക്ഷെ തിരിച്ചിട്ട് ഇവർക്ക് ആ ഒരു സ്നേഹമോ പരിഗണനയോ ഒരിക്കലും കിട്ടാറില്ല. അവരത് പ്രതീക്ഷിക്കാറുമില്ല. പക്ഷെ അവർക്ക് അത് കിട്ടാറുമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അങ്ങനെ അനുഭവത്തിലുള്ളവർക്ക് ഈ ഒരു സെപ്റ്റംബർ 22 ശേഷം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ്. മാത്രമല്ല ഇവരുടെ ജീവിതവും വളരെയധികം ഒരു വീട് വെക്കണം,
അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങണം, അല്ലെ എന്തിനധികം പറയുന്നു ചെറിയൊരു വാഹനം വാങ്ങിക്കണം എന്ന് പറഞ്ഞ് നടക്കാത്തവരുണ്ട്. അതായത് 10% 7 ആൾക്കാർക്കും നടക്കാത്തവരായിരിക്കും. പല ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായിരിക്കും. എന്നാൽ ഇതിൽ 3 ആൾക്കാർക്ക് ധാരാളം നടക്കുന്നവരുണ്ട്. അത് നമ്മളുടെ ഗ്രഹനില അനുസരിച്ചായിരിക്കും. നമുക്ക് നമ്മുടെ ഗ്രഹനിലയിൽ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലം, അപകാരകാലം ഇതൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പല യോഗങ്ങൾ, ഗജകേശ്വരി യോഗം പോലത്തെ യോഗങ്ങൾ, കേസരി യോഗങ്ങൾ, വാസി യോഗം, വേസി യോഗം, അങ്ങനെ സുനഭായോഗം, അനഭായോഗം, ഒരുപാട് യോഗങ്ങളുണ്ട്. ഭദ്രായോഗം, മാളവ്യയോഗം, ശശയോഗം, അങ്ങനെ ധാരാളം പഞ്ചമഹാപുരുഷ യോഗങ്ങൾ. അതൊക്കെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇങ്ങനെ പല യോഗങ്ങളുള്ളവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ജാതകത്തിലെ ഫലങ്ങളായിരിക്കും പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരിക എന്നുള്ളതാണ്. അത് നമ്മൾ ജനിക്കുമ്പോഴുള്ള കൃത്യമായ സമയമായിരിക്കും പ്രധാനം. അപ്പോ അങ്ങനെ ഈ കന്നിക്കൂറുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിറഞ്ഞ ജീവിതം കൊണ്ട് കഷ്ടപ്പെട്ട് പോകുന്നവരായിരിക്കാം. ഈ സെപ്റ്റംബർ 22 ശേഷം ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കണ്ടു തുടങ്ങാൻ പോകുകയാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ ഗ്രഹങ്ങളൊക്കെ മാറുമ്പോൾ ചില ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായി വരും. ബുധൻ അനുകൂലനായിട്ട് വരും. അത് ആദിത്യ ബുധയോഗം അല്ലെങ്കിൽ ബുധാദിത്യ യോഗം ഒക്കെ സംഭവിക്കുമ്പോൾ ഇവർക്ക് വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. സൂര്യൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അത്ര ഗുണകരമായ കാര്യമല്ല 1-ാം ഭാവത്തിൽ. പക്ഷെ മറ്റുള്ള ഗ്രഹങ്ങളോടൊപ്പം സൂര്യൻ വരുമ്പോൾ നല്ല ജീവിത മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് കന്നി ഈ കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ 22 ശേഷം നല്ല ജീവിത നിലവാരം ഉയർന്നു വരുന്നതായിട്ട് അനുഭവപ്പെടും. സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്നതായിട്ട് അനുഭവപ്പെടും. നമ്മൾ ഈ സാമ്പത്തിക ശേഷി എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാരുടെ അവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും. അതായത് എൻ്റെ സാമ്പത്തിക സ്ഥിതി ആവില്ല മറ്റൊരാളുടെ സാമ്പത്തിക സ്ഥിതി. ഇത് നമ്മൾ അറിഞ്ഞുകൊള്ളുക. കാരണം നമ്മുടെ ജോലി എന്താണോ, നമ്മൾ ആ ജോലിക്ക് അനുസരിച്ച വരുമാനം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവുക. അതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബിസിനസിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും വരുമാനം വർദ്ധിക്കുക. എന്തായാലും നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവും എന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ്. അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും കന്നി രാശിക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് സെപ്റ്റംബർ 22 ശേഷം. എന്തായാലും എല്ലാ സുഖാനുഭവങ്ങളും കന്നി രാശിക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി, അതിൽ വരുന്ന നക്ഷത്രക്കാരി നോക്കുന്നതായിട്ട് കർക്കിടം അഥവാ കർക്കിടക്കൂറാണ്. ഇതിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കാണ് ഈ സെപ്റ്റംബർ 22 ശേഷം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ഒരു മാറ്റം കണ്ടുവരുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അതായത് നമ്മുടെ ഗ്രഹനില നമ്മൾ ജനിക്കുമ്പോഴുള്ള ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും പൂർണ്ണ ഫലം ലഭിക്കുക. ചാരവശാൽ ഗ്രഹങ്ങൾ മാറുമ്പോൾ നമുക്ക് നല്ലതും ചീത്തയായ അനുഭവങ്ങൾ ഉണ്ടാവാം. അതായത് 27 നക്ഷത്രങ്ങളിൽ 39, 27 നക്ഷത്രങ്ങളിൽ ഈ കുറച്ച് നക്ഷത്രക്കാർക്ക് ഒരു ഗ്രഹം മാറുമ്പോൾ നല്ല ഗുണഫലങ്ങളും മറ്റവർക്ക് മിശ്രഫലവും, അതായത് ഗുണങ്ങളും ദോഷങ്ങളും നിറഞ്ഞ ഫലവും, കുറച്ചാൾക്കാർക്ക് വളരെ ദോഷമായ ഫലങ്ങളുമായിരിക്കും ലഭിക്കുക. കാരണം ആ ദോഷമായ ഫലം എന്ന് പറയുമ്പോൾ, ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ, ഒരു ബിസിനസ് നല്ല രീതിയിൽ കച്ചവടം ചെയ്തു വരുന്ന ആളാണ് പെട്ടെന്ന് ഒരു ഇടുത്തി വീഴുന്നമാതിരി അയാളെ കച്ചവടം പൊട്ടി പോകുന്നതാണ്. അത് ഇവിടെ മാറി, ഗ്രഹം അനുകൂലത മാറി, തിരിച്ച് പ്രതികൂലമായ ഗ്രഹം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾ പ്രതികൂലമായി. ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ ദശാകാലം അല്ലെങ്കിൽ അപഹാരകാലം ഇതൊക്കെ പ്രതികൂലമാണെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ പൊട്ടി പാപ്പർസൂട്ടായി പോകും. അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള നല്ല യോഗങ്ങൾ, നീചഭംഗ രാജയോഗം, ഗജകേശ്വരി യോഗം, അങ്ങനെയുള്ള പല യോഗങ്ങളും നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു ഫലം അവിടെ ഉണ്ടാവില്ല. തിരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പോകും. അതല്ല നിങ്ങൾക്ക് എല്ലാം പ്രതികൂലമായി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തരിപ്പണമായി പോകും.
അതാണ് ചില ആൾക്കാര് ദശാകാലം അപഹാരകാലം അല്ലെങ്കിൽ കാലവശാലൊക്കെ മാറി വരുമ്പോൾ പെട്ടെന്ന് പരാജയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് തിരിച്ച് വിജയം ഉണ്ടാവുന്നത്. പെട്ടെന്ന് സുപ്രഭാതത്തിലായിരിക്കും ഒരു ഭാഗ്യം വരുന്നത്. ഈ ഭാഗ്യം വരാൻ നമ്മൾ ആലോചിക്കുക, ഒരുപാട് സമയം നമുക്ക് വേണ്ട ഭാഗ്യം വരാൻ. നമുക്ക് ആ യോഗം ഉണ്ടെങ്കിൽ ഒരു നിമിഷം കൊണ്ട് തന്നെ ഭാഗ്യം വരാം. അപ്പോ ഈ പറയുന്ന കർക്കിടക്കൂറിൽ വരുന്ന പുണർദം, പൂയം, ആയില്യ നക്ഷത്രക്കാർ തീർച്ചയായിട്ടും സെപ്റ്റംബർ 22 മുതൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാര് എന്ത് ചെയ്താലും അത് ചില സമയങ്ങളിൽ ഇവർക്ക് തന്നെ പാരയായിട്ട് വരും. അതായത് തിരിച്ചടി വരിക. നല്ലത് എന്ന് വിചാരിച്ച് പലതും ചെയ്യുമ്പോൾ തിരിച്ചടി വരും. ഈ തിരിച്ചടി കണ്ടും കേട്ടും അടുത്തവരായിരിക്കും കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്തു കൊടുക്കും, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു, തിരിച്ചടി. അതുകൊണ്ട് തന്നെ ധനനഷ്ടം ഉണ്ടാവുക, സാമ്പത്തിക നഷ്ടം വരിക, ചീത്തപ്പേര് കേൾക്കുക. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്ത് കൊടുത്താൽ അവസാനം ഇവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് ചീത്തപ്പേരും വന്ന് കേട്ട് അങ്ങനെയുള്ള ആൾക്കാരാണോ നിങ്ങൾ, തീർച്ചയായിട്ടും ഈ 22 ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല പല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ്. കാരണം അതിൽ നിന്നൊക്കെ ഒരു മോചനം വന്ന് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നടക്കും. നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങളുടെ സ്ഥലമോ വീടോ വിൽപ്പനയ്ക്ക് ഇട്ടിട്ടുണ്ടോ? ഈ 22 ശേഷം ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ വസ്തു വിൽപ്പന നടക്കും. മുടങ്ങിക്കിടക്കുന്ന പല പ്രവൃത്തികളും കർക്കിടക്കൂറുകാർക്ക് പുനരാരംഭിക്കാൻ സാധിക്കുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല വസ്തുക്കളും നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന ചില സമയങ്ങളാണ് ഈ വരാൻ പോകുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറം മുന്നേ നടക്കുന്ന സമയമായിരിക്കും സെപ്റ്റംബർ 22 ശേഷം സംഭവിക്കാൻ പോകുന്നത്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു സമയത്തിലൂടെയാണ് ഈ സെപ്റ്റംബർ 22 ശേഷം നിങ്ങൾ കടന്നു പോവുക എന്നുള്ളത് തീർച്ച തന്നെയാണ്. എന്തായാലും കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു അധ്യായത്തിൽ പുതിയൊരു അറിവുമായി കാണുന്നതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.